മലപ്പുറം മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ യുവാവിന്റെ മുഖത്തടിച്ച പോലീസുകാരന് സസ്പെൻഷൻ. മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, നടപടിയെടുത്തിരിക്കുന്നു സംഭവത്തിൽ വിശദാംശങ്ങൾ. ധന്യ, ഇന്നലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഡ്രൈവറെ, അതായത് വാൻ ഡ്രൈവറെ പോലീസുകാരൻ ഈ പെറ്റി കുറച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ മുഖത്തടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഇതിന് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇന്നലെ തന്നെ ഇതിനകത്ത് പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണെന്ന് കണ്ടെത്തി. അതായത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇയാളെ സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഡ്രൈവറായ നൌഷാദിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മഞ്ചേരിയിൽ വെച്ച് ഈ സ്വകാര്യ ബാങ്കിലേക്ക് പണവുമായി പോവുകയായിരുന്ന വാനിന്റെ ഡ്രൈവറായ ജാഫർ, മലപ്പുറം സ്വദേശിയായ ജാഫർ എന്ന യുവാവിനെയാണ് ഈ പോലീസുകാരൻ മർദ്ദിച്ചത്. 250 രൂപ കാക്കിടാത്തതിന് പിഴ വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് പിന്നീട് റെസിപ്റ്റ് നൽകിയപ്പോൾ അതിനകത്ത് 500 രൂപയായിരുന്നു പിഴയുണ്ടായിരുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞത് 250 രൂപയല്ല, ഇതിൽ എന്തെങ്കിലും കുറച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതോടെ ഈ പോലീസുകാരൻ, ഈ നൌഷാദ് എന്ന പോലീസുകാരൻ ജാഫറിനെ മർദ്ദിക്കുകയായിരുന്നു. മുഖത്ത് പലതവണ അടിച്ചു. പിന്നീട് ഇയാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകളോളം സ്റ്റേഷനിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇത് മറ്റൊരാൾ തൊട്ടടുത്തുള്ള കാറിലുണ്ടായിരുന്ന ഒരാൾ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് മനസ്സിലാക്കി പിന്നീട് ഉന്നത SI ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പരാതിയില്ലെന്ന് എഴുതി വാങ്ങി ഇയാളെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ മെന്റൽ ട്രോമയും യുവാവിനെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും യുവാവ് ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതിയും നൽകിയിരുന്നു. ഏതായാലും ഇതിനകത്താണ് ഇപ്പോൾ ഈ പോലീസുകാരന് സസ്പെൻഷൻ, അതായത് മഞ്ചേരി ട്രാഫിക്കിലെ പോലീസുകാരനായ നൌഷാദിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശരി ജംഷീർ.